ഈ വാർത്താപ്പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തുടർച്ചയായ 4ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധം. വിഷയം ഉന്നയിച്ച് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണി വരെ നിർത്തിവെച്ചു. माननीय वेणुगोपाल जी, आप इनको ये सिखाते हो क्या? नारेबाजी करना, तकिया लेकर आना, मेज थपथपाना, ये आपकी पार्टी के संस्कार नहीं रहे। लेकिन जो नई पीढ़ी जिस तरीके के संस्कार कर रही है वो सारा देश देख रहा है। किस तरीके से जनता के करोड़ों रुपए खर्च संसद में होते हैं। मैं पुनः आपसे आग्रह करता हूं, आप सब मानिए, लाखों लोगों ने आपको चुनकर भेजा है। लोगों की अपेक्षाएं आकांक्षाओं को उठाने के लिए तख्तियां लेकर मेजें खोदने के लिए नहीं भेजा है। അതേസമയം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജി ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, പാർലമെന്റ് തുടർച്ചയായ ദിവസങ്ങളിൽ സ്തംഭിക്കുകയാണ്, തടസ്സപ്പെടുകയാണ്. എന്തെങ്കിലും തരത്തിൽ സമവായ ചർച്ചകളുടെ സാധ്യത ഈ വിഷയത്തിലുണ്ടോ? മറ്റൊന്ന്, ജഗദീപ് ധൻഖറിന്റെ രാജിക്കാര്യത്തിൽ ചർച്ചയ്ക്കില്ല എന്നാണല്ലോ ഈ പുതിയ സൂചനകളൊക്കെ ഇപ്പോൾ വരുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ? വിജയകുമാർ, സമവായത്തിനുള്ള യാതൊരു ശ്രമങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. തുടർച്ചയായി 4ാം ദിവസവും പാർലമെന്റിന്റെ ഇരുസഭകളും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പാർലമെന്റ് സമ്മേളിക്കുന്ന ഘട്ടത്തിൽ നിരവധി ആയുധങ്ങളുണ്ടെങ്കിലും പ്രധാന ആവശ്യങ്ങളായി പ്രതിപക്ഷം ഉന്നയിച്ചത് പഹൽഗാം ഭീകരാക്രമണം, ഒപ്പം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം എന്നിവയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച് വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഇരുസഭകളിലും ചർച്ചയാകാമെന്ന ധാരണയിലെത്തിയ ഒരു പശ്ചാത്തലത്തിൽ ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയം പ്രധാന ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഇന്നലെയും ഇന്നും സഭാ കവാടത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. ഇന്ന് നടന്ന പ്രതിഷേധത്തിന് UPA അധ്യക്ഷ സോണിയാഗാന്ധിയാണ് നേതൃത്വം നൽകിയത്. സഭാ നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ, അതായത് സ്പീക്കർ ഓം ബിർള ലോക്സഭയിലെ ചെയറിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം എഴുന്നേറ്റ് നിന്ന് മുദ്രാവാക്യം വിളികൾ ആരംഭിച്ചു. തുടർന്ന് പ്രതിപക്ഷത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ സ്പീക്കർ ഉന്നയിച്ചു. ഇത്തരത്തിലുള്ള പ്രതിഷേധം ശരിയല്ല എന്നും രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഇത് കാണുന്നുണ്ട് എന്നും നിങ്ങളെ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയച്ചത് ഇത്തരത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണോ എന്നുമുള്ള ചോദ്യം ഉന്നയിച്ചു. KC വേണുഗോപാലിനെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഇതാണോ കോൺഗ്രസിന്റെ രീതി എന്നും സ്പീക്കർ ഓം ബിർള ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് സഭ 2 മണിവരെ നിർത്തിവെച്ചത്. അതേസമയം രാജ്യസഭയിൽ ഈ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് തള്ളുകയായിരുന്നു. തുടർന്ന് രാജ്യസഭയിൽ വിരമിക്കുന്ന അംഗങ്ങൾക്ക് ആശംസകൾ അറിയിച്ച ശേഷമാണ് ഉച്ചയ്ക്ക് 2 മണിവരെ പിരിഞ്ഞത്. ഈ വിഷയത്തിൽ തന്നെ ഉറച്ചു നിന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഉള്ളത്. ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ സഭാ നടപടികൾ തടസ്സപ്പെട്ട ശേഷം പുറത്തിറങ്ങിയ രാഹുൽ ഗാന്ധി പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ ജോലി ചെയ്യുന്നില്ല എന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നില്ല എന്നുമുള്ള വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജിയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ തുടരുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് എന്നും അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ അപമാനിച്ചു, അവഹേളിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എങ്കിൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ, ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനായി ഈ വരുന്ന ശനിയാഴ്ച ചേരുന്ന NDA യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ധാരണ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിജയകുമാർ, വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്. ഡൽഹിയിൽ നിന്ന് ഉപരാഷ്ട്രപതിയുടെ രാജി, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ കാര്യകാരണങ്ങൾ സംബന്ധിച്ച സൂചനകൾ മാത്രമേ പുറത്തുള്ളൂ. അതിൽ ചർച്ചയ്ക്കില്ല എന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഇന്ന് സഭയെ അറിയിക്കുകയും ചെയ്തു. അതേസമയം പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താൻ BJPക്കുള്ളിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. കാസർഗോഡ് വീരമലക്കുന്ന് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണുള്ള അപകടത്തിന്റെ ഉത്തരവാദിത്വം കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിന് ജില്ലാ കളക്ടറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. അശാസ്ത്രീയമായി മണ്ണെടുക്കരുത് എന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടും കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും മുഖവിലക്കെടുത്തില്ല എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഉടൻ ചേരും.
വീരമലക്കുന്ന് ഇടിയാനുണ്ടായ സാഹചര്യം വിലയിരുത്തിയാണ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ദേശീയപാത കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ അശാസ്ത്രീയമായി മണ്ണെടുക്കുന്നത് അപകടത്തിനിടയാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. രണ്ടാം റീച്ചിലും മൂന്നാം റീച്ചിലും നിർമ്മാണ ചുമതലയുള്ള മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയെയും ഇക്കാര്യം അറിയിച്ചു. പക്ഷേ മേഗാ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ദേശീയപാത അതോറിറ്റിയോട് സുരക്ഷാ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ ഉന്നതതല യോഗം ചേരാനും തീരുമാനമായി. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി AK ശശീന്ദ്രനും യോഗത്തിൽ പങ്കെടുക്കും. ദേശീയപാത നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ മേഗാ കമ്പനിക്കെതിരെ കർശന നടപടിയിലേക്ക് കടക്കാനാണ് നിലവിലെ തീരുമാനം. ഇതിനിടെ പ്രദേശത്ത് ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്തെത്തി. സമീപ പ്രദേശത്തുള്ളവരെന്തായാലും മാറിയേ പറ്റൂ. അത്രയും വലിയ അപകടമാണ് ഇനി വരാൻ പോകുന്നത്. ഈ വന്നതല്ല, ഇതിപ്പം ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. ശ്മശാനത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ദിവസം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് എന്തുകൊണ്ട് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ ഇറങ്ങിപ്പോകണം, രാജിവെച്ച് പോകണം. ഇരുഭാഗത്തും പിടിച്ചിട്ട ചരക്ക് വാഹനങ്ങൾ ദേശീയപാതയിലൂടെ കടത്തിവിട്ടു. യാത്രാവാഹനങ്ങൾ നീലേശ്വരം കോട്ടപ്പുറം വഴിയും ചീമേനി വഴിയും പോകാനാണ് നിർദ്ദേശം. 24 കാസർഗോഡ്. സസ്പെൻഡ് ചെയ്ത് 9ാം മാസം N പ്രശാന്ത് IAS-നെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. പ്രശാന്തിന്റെ വിശദീകരണം തള്ളിയ സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖൊബ്രഗഡയെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയോഗിച്ചു. താൻ ഉന്നയിച്ചത് അധിക്ഷേപമല്ലെന്നും വസ്തുനിഷ്ഠമായ ആരോപണങ്ങളാണ് എന്നും N പ്രശാന്തിന്റെ പ്രതികരണം. 3 തവണ സസ്പെൻഷൻ നീട്ടിയ ശേഷമാണ് N പ്രശാന്തിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖൊബ്രഗഡയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. 3 മാസത്തിനകം പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവ്. പ്രശാന്ത് കുറ്റപത്ര മെമ്മോയ്ക്ക് നൽകിയ മറുപടി തള്ളുന്നതായും അന്വേഷണ ഉത്തരവിലുണ്ട്. മെമ്മോയിലെ കുറ്റങ്ങൾ എല്ലാം പ്രശാന്ത് നിഷേധിച്ചെങ്കിലും അതിന് പറയുന്ന ന്യായങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഉത്തരവിൽ പറയുന്നത്. നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകനെതിരെയും K ഗോപാലകൃഷ്ണൻ IAS-നെതിരെയും അഴിമതിയും ഗൂഢാലോചനയും ഉൾപ്പെടെ ആരോപിച്ചായിരുന്നു പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിന് പിന്നാലെയായിരുന്നു സസ്പെൻഷൻ. താൻ നടത്തിയത് അധിക്ഷേപമല്ലെന്നും വസ്തുനിഷ്ഠമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചതെന്നും പ്രശാന്ത് പ്രതികരിച്ചു. IAS പോരെന്നും അധിക്ഷേപമെന്നും വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രശാന്ത് ആരോപിച്ചു. ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട കീഴുദ്യോഗസ്ഥരെ അന്വേഷണം ഏൽപ്പിച്ചതിനെതിരെയും ആക്ഷേപമുണ്ട്. 24 തിരുവനന്തപുരം. കർണാടക ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് സംഘാംഗം പിന്മാറി. DCP സൗമ്യലത IPS ആണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് പിന്മാറിയത്. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് DCPയുടെ പിന്മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി G പരമേശ്വര പറഞ്ഞു. പ്രത്യേക സംഘം നാളെ ധർമ്മസ്ഥലയിലെത്തി അന്വേഷണം തുടങ്ങും എന്നാണ് സൂചന. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിനു പിന്നാലെ DCP സൗമ്യലത IPS സംഘത്തിൽ നിന്ന് പിന്മാറുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ഈ സംഘത്തെ വിപുലപ്പെടുത്തുമ്പോഴും സൗമ്യലതയെ ഒഴിവാക്കിയിരുന്നില്ല. ഇതിനു പിന്നാലെ സൗമ്യലത ആഭ്യന്തരമന്ത്രി G പരമേശ്വരയെ വിളിച്ച് അന്വേഷണ സംഘത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതായാണ് സൂചന. സൗമ്യലതയുടെ പിന്മാറ്റം മന്ത്രി G പരമേശ്വര സ്ഥിരീകരിച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് പിന്മാറ്റമെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ಗೊತ್ತಿಲ್ಲ ನನಗೆ ತಾವು ಮಾಧ್ಯಮದಲ್ಲಿ 2-3 ಸಾರಿ ಅದನ್ನು ಪ್ರಸ್ತಾಪ ಮಾಡಿದ್ದೀರಿ, ಅದನ್ನು ನೋಡಿದೆ. ಒಂದು ವೇಳೆ ಅವರೇನಾದರೂ ನನಗೆ ಅಫಿಷಿಯಲ್ ಆಗಿ ಬಂದಿಲ್ಲ, ಅನ್ಅಫಿಷಿಯಲ್ ಆಗಿ ನನಗೆ ಬಂದದ್ದೇನು ಅಂದರೆ ಅವರೇನೋ പത്ര കൊട്ടിದ್ದಾರೆ, വൈಯಕ್ತಿಕ ಕಾರಣ ಇದೆ, ಅದರಿಂದ ನನಗೆ ಬೇಡ ಅಂತ. സംഘത്തിലെ ഒരാൾ കൂടി ഉടൻ പിന്മാറിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സൗമ്യലതയ്ക്ക് പകരം മറ്റൊരാളെ സംഘത്തിൽ ഉൾപ്പെടുത്തും. SIT ടീം നാളെ ധർമ്മസ്ഥലയിലെത്താനാണ് സാധ്യത. ദക്ഷിണ കന്നഡ SP ഓഫീസ്, ബൽത്തങ്കാടി പോലീസ് സ്റ്റേഷൻ, ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടും. മുൻ ശുചീകരണ തൊഴിലാളിയിൽ നിന്ന് എപ്പോൾ മൊഴിയെടുക്കുമെന്ന് വ്യക്തമല്ല. 24 ചെന്നൈ. ഇപ്പോൾ VA അരുൺകുമാർ മാധ്യമങ്ങളെ കാണുന്നു. അത് പോസിറ്റീവായി കാണിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഡോക്ടേഴ്സ് പറയുമ്പോൾ അതിൻ്റെ ഒരു സമാധാനത്തിലായിരുന്നു ഹോസ്പിറ്റലിൽ നമ്മൾ കഴിഞ്ഞിരുന്നത്. ലാസ്റ്റ് ഡേ ആണ്, ഉച്ചയാകുമ്പോൾ വിഷയങ്ങളാണ് കൺട്രോളിൽ നിൽക്കുന്നില്ല എന്ന ഒരവസ്ഥ വരുന്നത്. പിന്നെ പെട്ടെന്നങ്ങ് കഴിഞ്ഞുപോയി. അപ്പോൾ അതൊക്കെ ഒന്ന് അംഗീകരിച്ചെടുക്കുന്നതിനൊക്കെ തന്നെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആര് ചോദിക്കുമ്പോഴും നമ്മൾ ബെറ്ററായി വരുന്നു എന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവച്ചിരുന്നത്.
അപ്പോൾ ആ ഒരു മെസ്സേജാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലെ പാർട്ടി നേതാക്കന്മാരും അച്ഛനെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇത് അന്വേഷിക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ ആ ഒരു മെസ്സേജാണ് കൊടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ പെട്ടെന്നാണ് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയായി എന്നുള്ള വിവരം അവരും എല്ലാവരും അറിയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു എനിക്കറിയില്ല അതൊക്കെ എങ്ങനെ പറയുക എന്നുള്ളത്. അപ്പോൾ സ്നേഹിക്കുന്നവർക്കൊക്കെ തന്നെ പെട്ടെന്ന് അച്ഛനെ കാണാനും ഒരു അന്ത്യോപചാരം അർപ്പിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയില്ല. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വലിയ ചുടുകാട് വരുന്നവരെ ഉള്ള ആളുകളുടെ ഒരു വികാരമൊക്കെ വി എ അരുൺകുമാർ അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. വളരെ വിശദമായി തന്നെ ഇന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പുണ്ടായിരുന്നു. അതേ കാര്യങ്ങൾ തന്നെയാണ് വി എസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. ഇപ്പോൾ പെട്ടെന്ന് എന്താണ് മരണത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള സൂചനയുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ആ ദിവസത്തെ അനുഭവങ്ങൾ ഒരു സ്വപ്നം പോലെ എന്നാണ് വി അരുൺകുമാർ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ആൾക്കൂട്ടം അവരോടൊക്കെ ഊഷ്മളമായി പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, എല്ലാവർക്കും അദ്ദേഹത്തെ വി എസിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയം കൂടി അരുൺകുമാർ പങ്കുവയ്ക്കുകയായിരുന്നു. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. റഷ്യയുടെ കിഴക്കൻ അതിർത്തിയിൽ യാത്രാവിമാനം തകർന്നു വീണു. ചൈനയോട് ചേർന്ന് കിടക്കുന്ന ഓമൂർ വനമേഖലയിലാണ് വിമാനത്തിന് റഡാറുമായുള്ള ബന്ധം നഷ്ടമായത്. കുട്ടികളും വിമാന ജീവനക്കാരും ഉൾപ്പെടെ 43 യാത്രക്കാർ അപകടത്തിൽപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചു. സൈബീരിയ ആസ്ഥാനമായുള്ള അങ്കാര എയർലൈൻസ് ആണ് തകർന്നു വീണത്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ അമൂർ വനമേഖലയിൽ കണ്ടെത്തിയതായി ഇന്റർഫാക്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ടൈൻഡ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടുമുൻപ് AN-24 വിമാനത്തിന് എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. 5 കുട്ടികളും 6 വിമാന ജോലിക്കാരും ഉൾപ്പെടെ 43 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. റേഡാറിന്റെ പരിധിയിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമായ ഉടൻ തന്നെ അധികൃതർ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. വിമാനങ്ങളും ചോപ്പറുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിനിടെയാണ് നിബിഡ വനത്തിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. കംബോഡിയയും തായ്ലൻഡും തമ്മിൽ സംഘർഷം. കംബോഡിയയുടെ പ്രവിശ്യകളിൽ തായ് സൈന്യം F-16 പോർവിമാനം ഉപയോഗിച്ച് ബോംബാക്രമണം നടത്തി. കംബോഡിയൻ സൈന്യം തായ്ലൻഡിലെ ഗ്യാസ് സ്റ്റേഷൻ ആക്രമിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ പിൻവലിച്ചു. വടക്ക് പടിഞ്ഞാറൻ കംബോഡിയയിലെ ഒദ്ദാർ മീഞ്ചെ പ്രവിശ്യയിൽ അതിർത്തി തർക്കം നിലനിൽക്കുന്ന പ്രദേശത്ത് ഇന്ന് രാവിലെയാണ് സംഘർഷമുണ്ടായത്. 2 തായ് പൗരന്മാർ കൊല്ലപ്പെടുകയും 2 തായ് സൈനികർക്ക് പരുക്കേറ്റതുമായാണ് വിവരം. കംബോഡിയ ദീർഘദൂര BM-21 ഗ്രാഡ് റോക്കറ്റുകളടക്കം പ്രയോഗിച്ചെന്നാരോപിച്ച തായ്ലൻഡ് ബോംബാക്രമണം നടത്തി. തായ്ലൻഡിലെ സിസാക്കറ്റ് പ്രവിശ്യയിലെ ഗ്യാസ് സ്റ്റേഷൻ കംബോഡിയ ആക്രമിച്ചതായി തായ്ലൻഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തായ്ലൻഡ് നടത്തുന്നത് സായുധ അധിനിവേശമാണെന്ന് കംബോഡിയൻ പ്രധാനമന്ത്രി ഹുൻ മാനറ്റ് ആരോപിച്ചു. കംബോഡിയയുമായി അതിർത്തി പങ്കിടുന്ന തായ്ലൻഡിലെ സുരിൻ പ്രവിശ്യയിലെ 86 ഗ്രാമങ്ങളിൽ നിന്നും 40,000 തായ് പൗരന്മാരെ ഒഴിപ്പിച്ചു. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നയതന്ത്രജ്ഞരെ പിൻവലിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം കനക്കും. ജഗദീഷിന് പിന്നാലെ ശ്വേത മേനോനും നാമനിർദ്ദേശ പത്രിക നൽകും. പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് ജോയ് മാത്യുവും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയും പത്രിക നൽകി. ആരോപണ വിധേയർ മത്സരിക്കരുത് എന്ന എതിർപ്പ് മറികടന്നാണ് ജയൻ ചേർത്തലയും ബാബുരാജും മത്സരരംഗത്തുള്ളത്. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് നടി അൻസിബ ഹസൻ ചോദിച്ചു. അതേസമയം ആരോപണ വിധേയരല്ലാത്ത ശക്തരായ ആളുകൾ അമ്മയുടെ തലപ്പത്തേക്ക് വരണമെന്ന് നടൻ ആസിഫ് അലി പ്രതികരിച്ചു. സംഘടനയെ ഒന്നാകെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മികച്ചവരെയാണ് ആവശ്യമെന്നും ആസിഫ് അലി 24നോട് പറഞ്ഞു. മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം അത്രയും വലിയ അമ്മ പോലെ ഒരു സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരാനുള്ളൊരു ധൈര്യം എനിക്കില്ല. കാര്യം എൻ്റെ സ്വഭാവത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കറിയാം. അങ്ങനെ ഒരു നേതൃത്വ പാഠവുമുള്ള ആളൊന്നും അല്ല ഞാൻ. പക്ഷേ എങ്കിൽ പോലും അമ്മ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ്റെ ആവശ്യം എന്താണെന്നും പ്രത്യേകിച്ച് അമ്മയുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്നത് എന്താണെന്നും ഒക്കെ ഈ കഴിഞ്ഞ 10-14 വർഷമായിട്ട് കൂടെ നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഘടനയ്ക്ക് നല്ലത് വരുന്ന രീതിയിലുള്ള ആളുകൾ തന്നെ മുന്നോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. അഭിനന്ദ്, ഒരു എന്താണ്
രണ്ട് പാനൽ മത്സരരംഗത്തുണ്ടാകും എന്ന മട്ടിലാണോ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ആ നിലയിൽ ഈ താരസംഘടനയിൽ രണ്ട് ചേരി രൂപപ്പെട്ട് വരുന്നതിൻ്റെ സൂചനകളാണോ ഇപ്പോഴത്തെ പ്രതികരണങ്ങളും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും ഒക്കെ? വിജയകുമാർ 31 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും അധികം ആളുകൾ അമ്മ സംഘടനാ തലപ്പത്തേക്ക് മത്സരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ പത്രിക സമർപ്പിക്കാൻ എത്തിയത് അൻസിബ ഹസനൊപ്പം തന്നെ രവീന്ദ്രൻ എന്നീ ആളുകളാണ്. ഇവർ രണ്ടുപേർ ഇപ്പോൾ അൻസിബ ഹസൻ പത്രിക സമർപ്പിച്ചിരിക്കുന്ന ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. ആരോപണ വിധേയർ മത്സരിക്കരുതെന്ന് ആദ്യം തന്നെ ജനറൽ ബോഡി യോഗത്തിലടക്കം അഭിപ്രായമുണ്ടായിരുന്നു. ഈ സംഘടനയിലെ അഡ്വോക് കമ്മിറ്റി തന്നെ മുന്നോട്ട് പോകണം, അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കം തന്നെ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള അഭിപ്രായം ഭൂരിഭാഗം ആളുകളുടെ ഭാഗത്തുനിന്നും ഉയർന്നപ്പോൾ തന്നെ ആരോപണ വിധേയർ ഇനി തലപ്പത്തേക്ക് ഉണ്ടാകരുതെന്നുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു. അത് മറികടന്നാണ് ഇപ്പോൾ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നോമിനേഷൻ പത്രിക സമർപ്പിച്ചതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പ് അൻസിബ ഹസൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. ആരോപണ വിധേയർ മത്സരിക്കുന്നത് എന്താണ് പ്രശ്നം? മന്ത്രിമാരടക്കം ഇപ്പോൾ സംസ്ഥാനത്ത് മത്സരിക്കുന്നുണ്ട്. അവർക്ക് ആരോപണ വിധേയരല്ല. ആരോപണ വിധേയരായ ആളുകൾ രാഷ്ട്രീയത്തിൽ മത്സരിക്കാമെങ്കിൽ ഈ അമ്മ പോലത്തെ ഒരു സംഘടനയിൽ മത്സരിക്കുന്നത് എന്താണ് പ്രശ്നമെന്നാണ് നടി അൻസിബ ഹസൻ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ആസിഫരുടെ പ്രതികരണവും ഇന്നലെ ഉണ്ടായിരുന്നു. അമ്മ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ മികച്ച ഒരു നേതൃത്വം ഉണ്ടാകണം, അതിനുവേണ്ടിയിട്ടുള്ള പ്രയത്നമായിരിക്കണം എല്ലാവരുടെയും ഭാഗത്തും ഉണ്ടാകണമെന്നായിരുന്നു ആസിഫ് അലി പ്രതികരിച്ചത്. നിലവിൽ ഒരു 4 ഡസനിലധികം ആളുകളാണ് നിലവിൽ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ സമർപ്പിക്കും. അങ്ങനെയെങ്കിൽ ജഗദീഷും ശ്വേതാ മേനോനും നേർക്കുനേർ പോരാടുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖ് രാജിവെക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തു വന്നതിന് പിന്നാലെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെക്കുന്ന ആ കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലേക്ക് പിന്നെ അഡ്വോക് കമ്മിറ്റിയുടെ പ്രവർത്തനമായിരുന്നു മുന്നോട്ട് പോയത്. ആ ഘട്ടത്തിൽ തന്നെ ഈ ബാബുരാജിനെതിരെ ഒരു ഭാഗത്തും എതിർപ്പ് ഉയർന്നിരുന്നു. ആ ഒരു ഭാഗത്ത് എതിർപ്പ് ഉന്നയിച്ചതിന്റെ ഏറ്റവും പ്രധാനിയായിരുന്നു ജഗദീഷ് ഇത്തവണ മത്സരിക്കുന്നുണ്ട്. കുഞ്ചാക്കോ ബോബൻ ആദ്യഘട്ടത്തിൽ മത്സരിക്കുമെന്ന് കേട്ടിരുന്നു. വിജയരാഘവൻ മത്സരിക്കുമെന്ന് കേട്ടിരുന്നു. പക്ഷെ അവരാരും തന്നെ ഇപ്പോൾ മത്സരരംഗത്തില്ല. ഇവർ രണ്ടുപേരും മത്സരിച്ചാൽ ജഗദീഷ് നോമിനേഷൻ പിൻവലിക്കാമെന്ന നിലപാടുണ്ടായിരുന്നു. പക്ഷേ ഇവരാരും മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പിന്റെ പശ്ചാത്തലത്തിലാണ് താൻ മത്സരരംഗത്ത് മുന്നോട്ട് പോകുന്നതും ജഗദീഷും വ്യക്തമാക്കിയിട്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പോർക്കളത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നിരവധി ആളുകൾ 100-ലധികം ആളുകളാണ് നിലവിൽ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴും നോമിനേഷൻ സമർപ്പിക്കാനായിട്ട് കൊച്ചി കരൂർ ദേശാഭിമാന റോഡിലെ അമ്മ ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അമ്മ തെരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിക്കുകയാണ്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. രണ്ട് പാനലായിട്ടൊക്കെ ഈ താരസംഘടനയിൽ മത്സരം നടക്കുമോ എന്നറിയില്ല. പക്ഷേ ഏതാണ്ട് ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷമുള്ള ഒരു കടുത്ത പോരാട്ടത്തിന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് വേദിയാകുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭർത്തൃവീട്ടിൽ നേരിട്ടത് വലിയ മാനസിക പീഡനമെന്ന് കണ്ണൂരിൽ 3 വയസ്സുള്ള കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പ്. എല്ലാ പീഡനങ്ങൾക്കും ഭർത്താവ് കമൽരാജ് കൂട്ടുനിന്നു എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കമൽരാജിനും മാതാവിനുമെതിരെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തണം എന്നാണ് റീമയുടെ കുടുംബത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വയലപ്ര സ്വദേശി റീമ 3 വയസ്സുള്ള മകനുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയത്. ആത്മഹത്യക്ക് കാരണം ഭർത്തൃവീട്ടിലെ പീഡനമാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ റീമയുടെ കുടുംബം ആരോപിച്ചിരുന്നു. അത് സാധൂകരിക്കുന്നതാണ് ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ. വലിയ മാനസിക പീഡനം നേരിട്ടുവെന്നും ഭർത്തൃമാതാവിൻ്റെ വാക്കുകേട്ട് തന്നെയും മകനെയും കമൽരാജ് ഇറക്കിവിട്ടെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിലെ വെളിപ്പെടുത്തൽ. കമൽരാജ് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മകനെ വേണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട്. ഭീഷണി തെളിയിക്കുന്ന ഓഡിയോ സന്ദേശങ്ങളും കുടുംബം പോലീസിന് നൽകി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് റീമയുടെ പിതാവ് മോഹനൻ. അതിലെഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണ്. കാരണം അതേ പീഡനം തന്നെയാണ് മോൾക്ക് അനുഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. അവൻ അമ്മയുടെ വാക്ക് കേട്ട് മാത്രം പ്രവർത്തിക്കണം. എൻ്റെ മോൾക്കും കുട്ടിക്കും അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ടാവുക അവൻ കുട്ടീനെ എടുത്തു കൊണ്ടുപോകുന്നില്ല. ആ ഒരു ഭീഷണി കേട്ടപ്പോഴുള്ള പെട്ടെന്ന് മെൻ്റൽ ഷോക്കായി. അവൾ കത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യം തന്നെയാണ്. കാരണം ഇങ്ങനെയില്ല ഈ നരഭോജികൾക്ക് ഈ കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. അസ്വാഭാവിക മരണത്തിനാണ് പഴയങ്ങാടി പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ആത്മഹത്യാക്കുറിപ്പിൻ്റെയും റീമയുടെ ബന്ധുക്കളുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാണ് സാധ്യത. 24 കണ്ണൂർ. അതേസമയം റീമയും ഭർത്താവുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കമൽരാജ് കുഞ്ഞിനെ ആവശ്യപ്പെടുന്നതും ഭർത്താവിന്റെ അമ്മയുടെ അടുത്തേക്ക് കുഞ്ഞിനെ അയക്കില്ല എന്ന് റീമ മറുപടി പറയുന്നതും ഈ സംഭാഷണത്തിലുണ്ട്. പരസ്പര ധാരണയോടെ പിരിയാം എന്ന് റീമ ഭർത്താവിനോട് പറയുന്നുണ്ട്. ആ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക്. ഞാൻ ഇല്ലാത്തവരെ ഇങ്ങോട്ട് കുഞ്ഞിനെ അന്വേഷിച്ച് ആരും വരണ്ട. കാരണം ഞാൻ ഇവിടെ ആക്കിയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിക്കോളണം.
അങ്ങനെ എടുത്തിട്ട് പോന്നെങ്കിൽ ഞാൻ പിന്നെ ഇല്ലാത്തരം നോക്കിയ കഥയെല്ലാം പറയൊന്നും വേണ്ട അധികം. അല്ലെങ്കിൽ വലിയ നോക്കാൻ വന്ന ആള് ഇത്രയും കാലം ചത്തിനോ ജീവിച്ചിനോ ഒന്നും അന്വേഷിച്ചിട്ടില്ല. വലിയ ആരെ കാണിക്കാനാന്ന് എടുത്തിട്ട് പോയിനി. എടുത്തിട്ട് പോന്നു. അനക്ക് ഇനി ഒരു കളിയും ഇല്ല, 2 വഴിക്ക് പോവാ, അതന്നെയാ നല്ലേ. അതിന് അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്നും. അരുണ, ആത്മഹത്യാക്കുറിപ്പിൽ അവർ എഴുതി വെച്ച കാര്യങ്ങൾ അത് സാധൂകരിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളാണല്ലോ ഈ സംഭാഷണത്തിലുള്ളതല്ലേ? വിജയകുമാർ, ഈ ആത്മഹത്യക്ക് കാരണമായ റീമയുടെ കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ഈ ഗൾഫിൽ നിന്ന് ഭർത്താവായിട്ടുള്ള കമൽരാജ് തിരിച്ചു വന്നതിന് ശേഷം, അതായത് ഈ സംഭവം നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് കമൽരാജ് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നത്. തിരിച്ചു വന്നതിന് ശേഷം തൻ്റെ കുട്ടിയെ തനിക്ക് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിയെന്നും അത് പിന്നീട് ഭീഷണിയായി മാറിയെന്നും ഫോണിലൂടെയും നേരിട്ടുമെല്ലാം ആ കുഞ്ഞിനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭീഷണി ഉണ്ടായി എന്നതാണ് റീമയുടെ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട പരാതി. അത് റീമയുടെ ആത്മഹത്യക്കുറിപ്പിലും അത് സംബന്ധിച്ച പരാമർശമുണ്ട്. തൻ്റെ കുഞ്ഞിനെ തനിക്ക് നഷ്ടമാകുമെന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് ഇങ്ങനെ ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നത് എന്ന ഒരു പരാമർശം ഈ ആത്മഹത്യാക്കുറിപ്പിലും ഉണ്ട്. അതിനെ സാധൂകരിക്കുന്നത്, അതിന് കൂടുതൽ തെളിവുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം നിരന്തരമായി ഈ കുഞ്ഞിന് വേണ്ടി കമൽരാജ് ശ്രമം നടത്തി. അത് പിന്നീട് വീട്ടിൽ നിന്ന് നീ എവിടെയെങ്കിലും പോയി ചത്തോളൂ, ഞാൻ കുഞ്ഞിനെ എടുത്ത് വീട്ടിൽ പോകും എന്ന തരത്തിലൊക്കെ ഈ കമൽരാജ് പറഞ്ഞു എന്നതാണ് ഇവരുടെ പ്രധാനമായും റീമയുടെ കുടുംബത്തിൻ്റെ പരാതിയിൽ പറയുന്നത്. അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തി അതിനൊടുവിലാണ് ജീവനൊടുക്കിയത് എന്നതാണ് റീമയുടെ ആത്മഹത്യക്കുറിപ്പിലും പറയുന്നത്. അത് തെളിയിക്കുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പല തരത്തിൽ ഈ കുഞ്ഞിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അപ്പോൾ റീമ അതിന് മറുപടി പറയുന്നുണ്ട്, കുഞ്ഞിനെ ഞാൻ തരില്ല, അതായത് ഭർത്തൃമാതാവിൻ്റെ അടുത്തേക്കാണ് കുഞ്ഞിനെ അയക്കേണ്ടത്, അതിന് ഞാൻ തയ്യാറാവില്ല, അത് ഏത് തരത്തിലായാലും ആ കുഞ്ഞിനെ തരില്ല എന്ന് റീമ പറയുന്നുണ്ട്. നമുക്ക് രണ്ടാൾക്കും 2 വഴിയെ പിരിയാം, അത് ആ രീതിയിൽ പിരിയാമെന്നാണ് റീമ മറുപടി പറയുന്നത്. പക്ഷേ സമ്മർദ്ദം കൂടുതൽ തുടർന്നു, ഭീഷണി ഉണ്ടായി എന്നതാണ് റീമയുടെ കുടുംബത്തിൻ്റെ ആരോപണം. പോലീസിൻ്റെ അന്വേഷണം ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട്. ഓഡിയോ സന്ദേശം, ആത്മഹത്യാക്കുറിപ്പെല്ലാം പോലീസിൻ്റെ കയ്യിലുണ്ട്. നിലവിൽ പോലീസ് ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡന വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള ഒരു പക്ഷേ അതുടൻ ചുമത്താനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. പാലക്കാട് ആലത്തൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തോണിപ്പാടം വാവുപള്ളിയാപുരം സ്വദേശി പ്രദീപിന്റെ ഭാര്യ നേഖയാണ് മരിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അസ്വാഭാവികത തോന്നിയതിനാൽ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഭർത്താവിനെ ചോദ്യം ചെയ്ത് വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. കണ്ണമ്പ്ര കാരപ്പെട്ട സ്വദേശിയായ മുൻ സൈനികൻ സുബ്രഹ്മണ്യന്റെ മകളാണ് മരിച്ച നേഖ. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കാലവർഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കും. നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. തീരമേഖലയിൽ കടലാക്രമണവും രൂക്ഷമാണ്. ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കനത്ത മഴയിൽ അച്ചൻകോവിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കോന്നി ആവണിപ്പാറ ഉന്നതിയിൽ 35ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. പത്തനംതിട്ട ചിറ്റാറിൽ കനത്ത മഴയിലും കാറ്റിലും മരം വീണ് വീട് ഭാഗികമായി തകർന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ കനത്ത മഴയെ തുടർന്ന് മതിൽ ഇടിഞ്ഞു വീണു. വീടിനോട് ചേർന്ന ഷെഡിന്റെ മുകളിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. അപകടത്തിൽ ആളപായമില്ല. ഫോർട്ട് കൊച്ചി അമരാവതിയിൽ ശക്തമായ കാറ്റിൽ ആൽമരം കടപുഴകി വീണ് വാഹനം തകർന്നു. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. കൊച്ചി, ചെല്ലാനം, കണ്ണമാലിയിലും എടവനക്കാടും കടൽക്കയറ്റം രൂക്ഷമായി. പഴങ്ങാട് ഭാഗത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. ഈ പ്രദേശത്ത് കടലാക്രമണം തടയാൻ 15 ദിവസത്തിനുള്ളിൽ കടൽഭിത്തി നിർമ്മിക്കുമെന്ന് കലക്ടർ വാക്ക് നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 24 കൊച്ചി. 24 വാർത്താ പരമ്പര മണ്ണ് മൂടാത്ത ഓർമ്മ. മുണ്ടക്കൈ
ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് 24 പ്രതിനിധി സുർജിത് അയ്യപ്പത്തും സംഘവും ആ മേഖലയിലെത്തിയത്. അന്ന് ക്യാമറയ്ക്ക് മുന്നിലെത്തിയ പലരും ഇന്നില്ല. അന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ആശങ്ക പങ്കുവച്ച് രണ്ടുപേർ ഓർമ്മകൾ വീണ്ടെടുക്കുകയാണിപ്പോൾ. ജൂലൈ 29 മഴ കനത്തു പെയ്തു തോർന്ന ഇടവേളയിലാണ് ഞങ്ങൾ ചൂരൽമലയിലേക്ക് യാത്ര തിരിക്കുന്നത്. കലങ്ങിയാർത്ത് ഒഴുകിയിരുന്ന പുന്നപ്പുഴയ്ക്കൊപ്പം ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും ഞങ്ങൾ ആൾക്കൂട്ടത്തോട് സംസാരിച്ചു. അന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ആശങ്ക പങ്കുവച്ച 2 പേർക്ക് ഇടം വല നിന്നിരുന്ന പലരും ഇന്നില്ല. 7-ാം തീയതി 2 വീട് ഫുള്ളായിട്ട് പോയി, ഭാഗികമായിട്ടൊരു വീട് നഷ്ടപ്പെട്ടു. അത് ഇതേ സ്ഥലമാണ്, സ്പോട്ടാണ്. പക്ഷേ ഇന്നലെ രാവിലെ 2:30 മുതൽ മഴ കനത്തു. ഇന്നലെ 2:30 മുതൽ ഈ മുണ്ടക്കൈ വരുന്ന പുഴയാണിത്. ഈ വെള്ളം കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വെള്ളം കണ്ടപ്പോൾ വളരെയധികം ഭീതിയിലാണ്. ജൂലൈ 29 ഉരുൾപൊട്ടലിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ആശങ്ക പങ്കുവച്ച 2 പേർ. ഒന്ന് BJP നേതാവ് വിജയൻ മഠത്തിലും മറ്റൊരാൾ CPI നേതാവ് പ്രശാന്തും. ആ ഉരുൾപൊട്ടിയ മേഖലയിൽ കുറച്ച് ദുരന്ത ബാധിതരുണ്ട്. പാടിയിലായാലും പടവെട്ടിയിലായാലും ഒറ്റപ്പെട്ട കുറച്ച് സ്ഥലങ്ങളായാലും ആ വീടുകളും കൂടി പാസ്സായാൽ ഇത് ഏകദേശം ഈ വിഷയങ്ങളെ അവസാനിക്കും. അതുപോലെ തന്നെ ആ വീടുകൾ പോയാൽ ലോൺ എടുത്തിട്ടുണ്ട് കണ്ടമാനം ആൾക്കാർ. കാരണം ഞാൻ തന്നെ 5 ലക്ഷം ലോണുണ്ട്. അപ്പോൾ ഈ ലോണുകൾ ആ വീട് പോയി കഴിഞ്ഞാൽ ആ വീട് സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് സർക്കാർ ഈ ഒരു വർഷം അതും കൂടി ഒന്ന് ദുരന്തബാധിതരുടെ ആ വീടുകളും കുറച്ച് വീടും കൂടിയല്ലോ. അട്ടമല റോഡിലെ പാടിയിൽ നിന്ന് ഇറങ്ങി വന്നാണ് CPI നേതാവായ പ്രശാന്ത് ആശങ്ക പങ്കുവച്ചത്. പ്രശാന്തിന്റെ പാടിയെ തുടച്ചു നീക്കി ഉരുൾ കടന്നുപോയി. പക്ഷേ പ്രശാന്തും കുടുംബവും ഇപ്പോഴും ടൗൺഷിപ്പ് പട്ടികയിലില്ല. ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ആരൊക്കെയാണ് ഇതിന് ദുരിതബാധിതരെന്ന് കൃത്യമായി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഗവൺമെൻറ് ഓർഡറിനകത്ത് പറയുന്നുണ്ട് ഈ ലൈഫിന് വീട് നമ്മൾ 4 ലക്ഷം വാങ്ങിച്ചാലും നശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീട് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ ഓർഡറും നടപ്പിലാക്കി ഇത് നടപ്പിലാക്കാതെ പോകുന്നൊരു സ്ഥിതിയുണ്ട്. ഒന്നും പോകാത്ത ആളുകൾക്ക് ഒരു റൂമിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ 2 റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ 2 വീടും 5 വീടും കൊടുത്ത ആളുകളുണ്ട് ഇതിനകത്ത്. മഹാദുരന്തം പെയ്തിറങ്ങിയ ആ രാത്രിയിലേക്ക് ഞങ്ങൾ യാത്ര തുടരുകയാണ്. നാളെ സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒപ്പുവെക്കും. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന 99% വസ്തുക്കൾക്കും ബ്രിട്ടൻ തീരുവ ഒഴിവാക്കും. ദ്വിദിന സന്ദർശനത്തിനായി UKയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഹൃദ്യമായ സ്വീകരണം നൽകി. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത്. ദ്വിദിന സന്ദർശനത്തിനായി ബ്രിട്ടനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കരാറിൽ ഒപ്പുവെക്കും. ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. UKയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സ്വീകരണം ഹൃദയസ്പർശിയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പാദരക്ഷകൾ, ആഭരണങ്ങൾ, രത്നങ്ങൾ, തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക്സ് എന്നിവയുടെ നിലവിലെ 4 മുതൽ 16% വരെയുള്ള തീരുവ പൂർണ്ണമായും ഒഴിവാകും. കാപ്പിയുടെയും തേയിലയുടെയും കയറ്റുമതി വർദ്ധിക്കും. UK നിർമ്മിത കാറുകൾക്ക് ഇന്ത്യയിൽ ഇനി 10% മാത്രമായിരിക്കും നികുതി. കുറഞ്ഞ തീരുവ പരിമിതമായ എണ്ണം ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് മാത്രമേ ബാധകമാകൂ. UK ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ലഘൂകരിക്കുന്നതിന് പകരമായി ഇന്ത്യൻ നിർമ്മിത ഇലക്ട്രോണിക് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് UK വിപണിയിൽ പ്രവേശനം ലഭിക്കും. മദ്യത്തിന്റെ ഇറക്കുമതി തീരുവ 150%-ൽ നിന്ന് 75%-ആയി കുറയും. വിനീത VG, 24, ഡൽഹി.
മുംബൈ സ്ഫോടന പരമ്പര കേസിലെ പ്രതികളെ വെറുതെ വിട്ട ബോംബെ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. 12 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ മഹാരാഷ്ട്ര സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പ്രതികളെ തൽക്കാലം തിരികെ ജയിലിലേക്ക് അയക്കേണ്ട എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 2006-ൽ മുംബൈയിലുണ്ടായ സ്ഫോടന പരമ്പരയിൽ 180-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. കേസിൽ 2015-ൽ മക്കോക്ക കോടതി ശിക്ഷിച്ചവരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. ശബരി റെയിൽ പദ്ധതി മുന്നോട്ട് പോകാത്തതിന് കാരണം മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരുമെന്ന് കോൺഗ്രസ് എംപിമാർ. സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്തു നൽകിയാൽ ശബരി റെയിൽ പദ്ധതിയുമായി കേന്ദ്രം മുന്നോട്ട് പോകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അറിയിച്ചതായി കോൺഗ്രസ് എംപിമാർ പറഞ്ഞു. ഇന്നലെയാണ് വിഷയത്തിൽ കോൺഗ്രസ് എംപിമാർ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ടത്. 2019 ശേഷം ഫ്രീസ് ചെയ്ത ഈ പദ്ധതിക്ക് ഇപ്പോൾ ചെറിയൊരു അനക്കമുണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ എംപിമാർ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രിയുമായി കണ്ടിരുന്നു. ആ റെയിൽവേ മന്ത്രിയുമായി കണ്ടതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം എംപിമാരുടെ കോൺഫറൻസ് നടന്നപ്പോൾ ഞങ്ങൾ ഈ ആവശ്യം വീണ്ടും ഉന്നയിച്ചു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അത് കത്ത് കൊടുക്കും എന്ന ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു മറുപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ലഭിച്ചത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രിയെ കണ്ടു. റെയിൽവേ മന്ത്രിയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അല്പം ഒരു സ്വാഗതാർഹമായി ഞങ്ങൾക്ക് തോന്നാൻ കഴിഞ്ഞത്, ഫ്രീസ് ചെയ്ത ഈ പദ്ധതി ഡീഫ്രീസ് ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു, റെയിൽവേ ബോർഡ് തീരുമാനിച്ചു. സ്കൂൾ സമയമാറ്റത്തിന് തീരുമാനമെടുത്തത് വിശദമായ പഠനത്തിന് ശേഷമെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ 24-ന്. ഈ വർഷം ഫെബ്രുവരി മുതൽ ഏപ്രിൽ 10 വരെ 6 ജില്ലകളിലായിരുന്നു പഠനം നടന്നത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ അഭിപ്രായം തേടി. ഭൂരിഭാഗം രക്ഷിതാക്കളും സമയമാറ്റത്തെ അനുകൂലിച്ചു. വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. ഈ വർഷം ഫെബ്രുവരി മുതൽ ഏപ്രിൽ 10 വരെയാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി പഠനം നടത്തിയത്. ഭൂമിശാസ്ത്രവും സാംസ്കാരികവുമായ സാഹചര്യങ്ങൾ പരിഗണിച്ച് 6 ജില്ലകളിലായിരുന്നു പഠനം. വയനാട്, പാലക്കാട്, ആലപ്പുഴ, തിരുവനന്തപുരം, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടി. ശനിയാഴ്ച ഉൾപ്പെടെ ക്ലാസ് നടത്തുന്നതിനുള്ള തീരുമാനത്തെ ഭൂരിഭാഗം പേരും എതിർത്തു. എന്നാൽ സ്കൂൾ ദിവസങ്ങൾ പരമാവധി സമയവും ഉപയോഗപ്പെടുത്തണമെന്ന് 50%-ലധികം രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു. 41% രക്ഷിതാക്കൾ സിലബസ് കുറയ്ക്കണമെന്നും അനാവശ്യ അവധികൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചു. പഴയ സമയക്രമം മതിയെന്ന് അഭിപ്രായപ്പെട്ടത് 6.4% മാത്രം. 0.6% പേർ മാത്രമാണ് അവധി ദിവസങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് നിർദ്ദേശിച്ചത്. പഠന ദിവസങ്ങൾ കൂട്ടുന്നത് 87.2% പൊതുജനങ്ങളും എതിർത്തു. 819 അധ്യാപകരിൽ നിന്നും 520 വിദ്യാർത്ഥികളിൽ നിന്നും 156 രക്ഷിതാക്കളിൽ നിന്നും സമിതി അഭിപ്രായം തേടി. 4490 പൊതുജനങ്ങളിൽ നിന്നാണ് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചത്. ക്ലാസ് സമയം വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ അരമണിക്കൂർ കൂട്ടണം. കൂടാതെ ഈ അക്കാദമിക് വർഷം 7 ശനിയാഴ്ചകളിൽ ക്ലാസുകൾ അധികമായി നൽകണമെന്നും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. മുൻ വർഷങ്ങളിൽ പിന്തുടരുന്ന ടൈം ടേബിൾ പ്രകാരമായിരുന്നുവെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പരമാവധി ലഭിക്കാൻ സാധ്യതയുള്ളത് 975 പഠന മണിക്കൂറുകൾ മാത്രമായിരുന്നു. ഇതിനു പുറമെ മഴ അവധി, മറ്റ് പഠിപ്പുമുടക്ക് സമരങ്ങൾ എന്നിവ കൂടി വന്നാൽ ഈ സമയം വീണ്ടും കുറയും. എന്തായാലും പഠന മണിക്കൂറുകൾ 1100 ഉയർത്തുക എന്നുള്ളതായിരുന്നു സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചപ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യം. വിശദമായ പഠനം നടത്താതെയാണ് ക്ലാസ് സമയത്തിൽ മാറ്റം വരുത്തിയത് എന്നുള്ള ആരോപണങ്ങൾക്ക് കൂടിയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഇല്ലാതാകുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പാലക്കാട് മണ്ണാർക്കാട് നജാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സീനിയേഴ്സിനെതിരെ റാഗിംഗ് പരാതിയുമായി 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി. ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ പറഞ്ഞായിരുന്നു മർദ്ദനമെന്ന് മിൻഹാജ് എന്ന വിദ്യാർത്ഥിയാണ് പരാതിപ്പെട്ടത്. ഈ വിദ്യാർത്ഥി പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി. ഞങ്ങളുടെ ഫൈനേഴ്സിൻ്റെ ഗ്യാങ്ങാണ്, പേരുള്ള ഒരു ഗ്യാങ്ങാണ്. 28 ആൾക്കാരെങ്ങാണ്ടുണ്ട്. അതിൽ ഇതേപോലെ ബട്ടണിടാത്തതിന് നമ്മൾ ഒഴിഞ്ഞ് നടന്നു പോകണമെങ്കിൽ നമ്മളെ വിളിച്ചു വരുത്തിയിട്ടൊക്കെ ഇതുപോലെ ബട്ടണിടാൻ പറയും. മണ്ണാർക്കാട് നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് സംഭവം. ഷർട്ടിന്റെ മുകളിലത്തെ ബട്ടൺ ഇടാൻ ആവശ്യപ്പെട്ട സീനിയേഴ്സ് മർദ്ദിക്കുകയായിരുന്നുവെന്ന് 2ാം വർഷ BBA വിദ്യാർത്ഥി മിൻഹാജ്. തലയ്ക്ക് പരിക്കേറ്റ മിൻഹാജിനെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകുകയായിരുന്നു. നമ്മുടെ കുട്ടികളെയൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കോളേജിലേക്കും അവിടെയോടൊക്കെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മക്കളെ കോളേജിലേക്കും മറ്റു സ്കൂളുകളൊക്കെ പറഞ്ഞു വിടുക? ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് കോളേജ് വിട്ട് പുറത്തിറങ്ങാൻ നിന്ന മിൻഹാജിനെ സീനിയർ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലെ അറത്താൻസ് എന്ന ഗ്യാങ്ങിൽപ്പെട്ട 3ഓളം പേർ ചേർന്നാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. ആരോപണമുയർന്ന 3 വിദ്യാർത്ഥികളെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചു. 24 പാലക്കാട്.
എറണാകുളത്ത് പെറ്റി കേസ് പിഴയുടെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത വനിതാ CPOയ്ക്ക് സസ്പെൻഷൻ. മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ റൈറ്ററായിരുന്ന ശാന്തി കൃഷ്ണനാണ് തട്ടിപ്പ് നടത്തിയത്. 4 വർഷത്തിനിടെ വനിതാ CPO തട്ടിയെടുത്തത് 16 ലക്ഷം രൂപയെന്ന് FIR. ഓഡിറ്റ് റിപ്പോർട്ടിലാണ് കണക്കിലെ പാളിച്ചകൾ കണ്ടെത്തിയത്. പിന്നാലെ എറണാകുളം റൂറൽ SP-ക്ക് വിവരം കൈമാറി. SP-യുടെ നിർദ്ദേശപ്രകാരം രഹസ്യാന്വേഷണവും ആരംഭിച്ചു. ഒടുവിൽ തട്ടിപ്പ് കണ്ടെത്തി. പിഴയിടുന്ന തുകയുടെ 1 വീതം മാത്രം ബാങ്കിലടച്ചാണ് CPO ശാന്തിനി കൃഷ്ണൻ തട്ടിപ്പ് നടത്തിയത്. 4 വർഷത്തിൽ അക്കൗണ്ടിലെത്തിയത് 16,76,000 രൂപ. ശാന്തിനി കൃഷ്ണനെതിരെ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. വകുപ്പ് തല നടപടിയുടെ ഭാഗമായി അന്വേഷണ വിധേയമായി വനിതാ CPOയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്കും കടക്കും. 24 കൊച്ചി. പരിവാഹൻ തട്ടിപ്പിൽ പിടിയിലായത് ഇന്ത്യയിലെ സൈബർ തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന വൻ സംഘമെന്ന് കൊച്ചി സിറ്റി പോലീസ്. 16-കാരനാണ് തട്ടിപ്പിന്റെ മാസ്റ്റർ ബ്രെയിൻ. തട്ടിപ്പ് സംഘത്തിൽ മലയാളികൾ ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. മനീഷ് യാദവ്, അതുൽ യദുവൻഷി എന്നിവരെയാണ് വാരണാസിയിൽ നിന്ന് കൊച്ചി സിറ്റി സൈബർ പോലീസ് പിടികൂടിയത്. ഇവരെ നിയന്ത്രിച്ചിരുന്നതാകട്ടെ ഒരു 16 വയസ്സുകാരൻ. തട്ടിപ്പിനായുള്ള ആപ്പ് നിർമ്മിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ഇയാളാണ്. പ്രായപൂർത്തിയാകാത്തതിനാൽ 16-കാരനെ നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് പോലീസ് തീരുമാനം. ലക്ഷങ്ങൾ തട്ടിയെടുത്ത പ്രതികൾ നയിച്ചിരുന്നത് ആഡംബര ജീവിതം. പരിവാഹൻ തട്ടിപ്പ് മാത്രമല്ല, വ്യാജ വെബ്സൈറ്റ്, ജോലി വാഗ്ദാനം, അശ്ലീല വീഡിയോ സന്ദേശം വഴിയുള്ള തട്ടിപ്പുൾപ്പെടെ സംഘം നടത്തിയിരുന്നു. പിടിയിലായവരുടെ ഫോണുകളിൽ കേരള ഫോൺ നമ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പിനും വിവരശേഖരണത്തിനും പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും സൈബർ പോലീസ് അന്വേഷിക്കും. പ്രതികളെ 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. മരണപ്പാച്ചിലിൽ പ്രതിഷേധം ശക്തമായ കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് പുനരാരംഭിച്ചിട്ടില്ല. പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കണം എന്നാണ് ബസ്സുടമകളുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ സ്വകാര്യ ബസ് ഇടിച്ച് വിദ്യാർത്ഥി മരിച്ചതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധമുണ്ടായത്. തുടർച്ചയായ പ്രതിഷേധത്തെ തുടർന്ന് വടകര RDO, RTO, പേരാമ്പ്ര DYSP, ജനപ്രതിനിധികൾ എന്നിവർ യുവജന വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുകയും പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. മത്സരയോട്ടം അവസാനിപ്പിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചത്. പിന്നീട് കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഈ റൂട്ടിൽ ബസ്സുകൾ നിരത്തിൽ ഇറങ്ങിയില്ല. തൊഴിലാളികൾക്ക് ബസ്സിന് സ്വൈര്യമായിട്ട് ജോലി എടുക്കാനുള്ള ഒരു സംവിധാനം വേണം. എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാകുമോ അല്ലെ എന്തെങ്കിലും രീതിയിൽ നിർഭാഗ്യവശാൽ എന്തെങ്കിലും തട്ടുമുട്ടിച്ചാൽ ബസ്സിൽ കയറി അവരെ കയ്യേറ്റം ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം സാർ. പിന്നെ ചെറിയ ചെറിയ കാരണങ്ങളാൽ ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരെ യാത്രാ സൗകര്യം തടസ്സപ്പെടുത്തരുത് എന്നുള്ള കാര്യമാണ്. ബസ്സുകാരുടെ ഭാഗത്തു നിന്ന് ഏതൊക്കെ തെറ്റുകളും കുറ്റങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ തിരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് സാർ. വിദ്യാർത്ഥിയുടെ മരണത്തിന് ഇടയാക്കിയ ഒമേഗ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാനും ബസ്സുകളിലെ പരിശോധന കർശനമാക്കാനും RTO നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബസ് ഉടമകളുമായും ജീവനക്കാരുമായും അധികൃതർ ഉടൻ ചർച്ച നടത്തും. 24 കോഴിക്കോട്. വയനാട് നമ്പ്യാർകുന്നിൽ പുലിയുടെ ആക്രമണം. ആശ്രമക്കുന്ന് പ്രദേശത്ത് വളർത്തുനായയെ പുലി കടിച്ചുകൊന്നു. വയനാട് പുൽപ്പള്ളി സീതാ മൗണ്ട് ഐശ്വര്യക്കവലയിൽ പശുക്കിടാവിനെ കൊന്ന കടുവയുടെ ചിത്രം വനം വകുപ്പിന്റെ ക്യാമറ ട്രാപ്പിൽ പതിഞ്ഞു. മലപ്പുറം നിലമ്പൂർ പെരുമ്പാടത്ത് കാട്ടാന ബൈക്കും വീടിന്റെ ജനലും തകർത്തു. വയനാട് പുൽപ്പള്ളി സീതാ മൗണ്ട് ഐശ്വര്യക്കവലയിൽ പശുക്കിടാവിനെ കൊന്ന കടുവയുടെ ചിത്രം വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പിൽ പതിഞ്ഞു. തിങ്കളാഴ്ച രാത്രി അമ്മിണിയോടെ 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവിനെ പിടിച്ച കടുവയാണിത്. പശുക്കിടാവിന്റെ അലർച്ച കേട്ട പ്രദേശവാസികൾ ഒച്ചയെടുത്തതിനെ തുടർന്ന് കടുവ ഇതിനെ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയും പ്രദേശത്ത് കടുവയെ നാട്ടുകാർ കണ്ടിരുന്നു. വയനാട് നമ്പ്യാർകുന്നിൽ പുലി ആക്രമണമുണ്ടായി. ആശ്രമക്കുന്ന് പ്രദേശത്താണ് പുലി വളർത്തുനായയെ കൊന്നത്. നടത്തിപ്ലാക്കിൽ വീട്ടിൽ വിൽസന്റെ നായയെയാണ് പുലി പാതി ഭക്ഷിച്ചത്. മലപ്പുറം നിലമ്പൂർ പെരുവമ്പാടത്ത് ഇന്നലെ രാത്രി 12 മണിയോടെ കാട്ടാനാക്രമണമുണ്ടായി. വീടിന്റെ ജനൽ തകർത്തു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് തള്ളിയിട്ടും ആന പരാക്രമം നടത്തി. വെട്ടിക്കുഴി ഔസേപ്പച്ചന്റെ വീടിന്റെ ജനലാണ് തകർത്തത്. വെട്ടിക്കുഴി തങ്കച്ചന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കാണ് മറിച്ചിട്ടത്. കൃഷിയും വ്യാപകമായി നശിപ്പിച്ചു. രാത്രി വൈകിയാണ് ആനയെ വനത്തിലേക്ക് കയറ്റാനായത്. എടക്കോട് വനമേഖലയിൽ നിന്നാണ് ആനയെത്തിയത്. 24 മലപ്പുറം.
പാലക്കാട് മലമ്പുഴയിൽ 2 കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ട കാട്ടാനയ്ക്കുള്ള ചികിത്സ ഫലം കണ്ടില്ല. ജനവാസ മേഖലയിലെത്തിയ PT5 എന്ന കാട്ടാന പ്രദേശത്തു തന്നെ തുടരുകയാണ്. ആനയ്ക്ക് പഴങ്ങളിലും മറ്റും മരുന്ന് വെച്ച് നൽകാനുള്ള വനം വകുപ്പിന്റെ നീക്കം തുടരുന്നു. കണ്ണിലാകെ ഇരുട്ടാണ്. മണത്തു നോക്കി തൊട്ടരികിലുള്ളത് എന്തെങ്കിലും പറിച്ചു കഴിക്കും. PT5 എന്ന് വനം വകുപ്പ് തന്നെ പേരിട്ട കാട്ടാന ഇത്തരമൊരവസ്ഥയിലായിട്ട് 2 ആഴ്ച പിന്നിടുകയാണ്. 24 വാർത്ത നൽകിയതിനു പിന്നാലെ വനംവകുപ്പ് മന്ത്രി ഇടപെട്ട് ആനയെ ചികിത്സിക്കാൻ ഡോക്ടേഴ്സിനെ ചുമതലപ്പെടുത്തി. എന്നാൽ ചക്കയിലും കൈതച്ചക്കയിലുമൊക്കെ മരുന്ന് വെച്ച് ചികിത്സ നൽകാനുള്ള നീക്കമാണ് പാളിയത്. 2 ആഴ്ച ശ്രമം തുടർന്നിട്ടും ആന അതേ നിലയിൽ തുടരുകയാണ്. ഈ ആനയെ പിടികൂടിയിട്ട് ചികിത്സ നൽകുകയാണ് വേണ്ടത്. അല്ലാതെ ഈ പഴത്തിലോ മറ്റോ മരുന്ന് നൽകിക്കൊണ്ട് നൽകുന്നത് ആ ചികിത്സ ഫലപ്രദമാവില്ല. വനം വകുപ്പ് എത്രയും പെട്ടെന്ന് ദിവസങ്ങൾക്കകം തന്നെ ഇതിനെ പിടികൂടി അതിന് വേണ്ട ചികിത്സ നൽകുകയാണ് വേണ്ടത്. ഒരു കണ്ണിന്റെ കാഴ്ച മുൻപ് തന്നെ പൂർണ്ണമായി നഷ്ടപ്പെട്ട PT5ന്റെ 2ാമത്തെ കണ്ണിൽ നിന്ന് വ്രണം പൊട്ടിയൊലിച്ചതുപോലെയുള്ള അവസ്ഥയാണ്. രാജീവ് സുദേവിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പാലക്കാട്. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. മലപ്പുറം ഐക്കരപ്പടിയിൽ കോൺക്രീറ്റ് ജോലിക്കിടെ കെട്ടിടം തകർന്നു വീണു. കുട്ടി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കോൺക്രീറ്റിന് താങ്ങുകൊടുത്ത തൂണുകൾ തെന്നി മാറിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. വിപിൻ, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? വിജയകുമാർ, 10 വയസ്സുള്ള ഒരു കുട്ടിയടക്കം 4 പേർക്കാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. 10 വയസ്സുകാരൻ അടുത്ത വീട്ടിലുണ്ടായിരുന്ന ഷാമിൽ, ഈ ഷാമിലിന്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഫറോക്ക് ക്രസന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഏകദേശം 11 മണിയോട് കൂടിയാണ് വീടിന്റെ കോൺക്രീറ്റ് പണി നടക്കുന്നതിനിടെ ഇത് തകർന്നു വീണത്. ഇതിന് ഈ കോൺക്രീറ്റിന് നൽകിയിരിക്കുന്ന താങ്ങ് തെന്നിമാറിയതായിരുന്നു അപകട കാരണമുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിൽ ജോലി ചെയ്യുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള അബ്ദുൾ ഫറൂഖ്, കണ്ണൻ, സംഗീത്, ഇങ്ങനെ 3 പേര് അതിന് മുകളിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇവർക്കും പരിക്കേറ്റിട്ടുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ, അതായത് ഈ ഐക്കരപ്പടിയിലെ ദേവസ്വം പറമ്പിൽ എന്നുള്ള അബ്ദുൾ റഹ്മാന്റെ വീടിന്റെ പണിയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ അബ്ദുൾ റഹ്മാന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു ഷാമില്. അപ്പോൾ ഇത് കാണുന്നതിന് വേണ്ടി അവിടെ വന്ന് നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇവരെ ഇതര സംസ്ഥാന തൊഴിലാളികളായ 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഈ കുഞ്ഞിനെ ഇപ്പോൾ കസന്റ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വിജയകുമാർ. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്. പിതൃമോക്ഷ പ്രാപ്തിക്കായി ബലിതർപ്പണം നടത്തി വിശ്വാസികൾ. കർക്കിടക വാവിനോടനുബന്ധിച്ച് ആലുവ, മണപ്പുറത്ത് ആയിരങ്ങൾ ബലിയർപ്പിച്ചു. തിരുവല്ലത്തും തിരുനെല്ലിയിലും പിതൃതർപ്പണത്തിന് വലിയ തിരക്കായിരുന്നു. അമ്മയുടെ പരമ്പരയില് മരിച്ചുപോയ മുഴുവൻ ആളുകളെയും പേരറിയാവുന്നവരെ അങ്ങനെ, അല്ലാത്തവരെ എങ്ങനെ സ്മരിച്ചാലാണോ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ. വലതുകൈയിലെ മോതിരവിരലിൽ പവിത്രമണിഞ്ഞ തൂശനിലയിൽ ദർഭ വിരിച്ച എള്ളും അക്ഷതവുമായി ശ്രാദ്ധം കൂട്ടി പിതൃക്കളെ വിളിച്ച പിണ്ടച്ചോറുരുട്ടി മന്ത്രോച്ചാരണത്തോടെ ആത്മസമർപ്പണം. തിരുവനന്തപുരത്തെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലും വർക്കല പാപനാശത്തും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. 2 മണിക്കൂറായി. എല്ലാ വർഷവും ഇവിടെയാണോ വരുന്നത്? ഇവിടെ തന്നെ വരണം. ഇവിടെ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായി. ബലിയിടാൻ വേണ്ടി ഞങ്ങൾ 3 മണിക്കൂറോളം ക്യൂ നിൽക്കുകയായിരുന്നു. കണ്ടമാനം നല്ല തിരക്കാണ്. രാവിലെ 4:30 വന്നതാണ്. പ്രധാന കേന്ദ്രമായ ശംഖുമുഖത്ത് കടലേറ്റം കാരണം ഇത്തവണ ബലികർമ്മങ്ങൾ ഉണ്ടായിരുന്നില്ല. ആലുവ, മണപ്പുറത്ത് ബലിതർപ്പണത്തിനായി കുറിയും ആയിരങ്ങളെത്തി. 61 ബലിത്തറകളുണ്ടായിരുന്നു. കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിലും ആയിരങ്ങൾ പങ്കെടുത്തു. ത്രിമൂർത്തി സംഗമസ്ഥാനമായ മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലും പിതൃമോക്ഷം തേടി നിരവധി പേർ ബലിയിട്ടു. തൃശൂർ, തിരുവല്ലാമല, പാമ്പാടി, ഐവർമഠം, ആറാട്ടുപുഴ, മന്ദാരം കടവ്, ചാവക്കാട് കടപ്പുറം, കോഴിക്കോട് വരക്കൽ കടപ്പുറം തുടങ്ങി വിവിധയിടങ്ങളിലും പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.
ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് കാഞ്ഞങ്ങാട് 10ാം ക്ലാസ്സുകാരി പ്രസവിച്ചു. കുട്ടിയെ പീഡിപ്പിച്ചത് ബന്ധുവാണ് എന്ന സംശയത്തിലാണ് പോലീസ്. കുട്ടിയുടെ മാതാവിനെ ചോദ്യം ചെയ്യും. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും. കാസർഗോഡ് അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ പോലീസ് നൽകുന്നുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, നിലവിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കാഞ്ഞങ്ങാടാണ് ഈ 10ാം ക്ലാസ്സുകാരി പ്രസവിച്ചത്. കുട്ടിക്ക് 14 വയസ്സാണ്. ഇന്നലെയായിരുന്നു ഈ സംഭവം. പ്രതി ആരാണെന്ന് പോലീസ് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രതിയെ തിരിച്ചറിയാൻ DNA പരിശോധന നടത്തണമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. പെൺകുട്ടിയുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. കുട്ടി ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്നലെയാണ് ഈ പ്രസവം നടന്നത്. കുട്ടിയുടെ മാതാവിനെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും മാതാവിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് പോലീസ് എടുത്തിട്ടുള്ളത്. കുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തും. ആരാണ് പീഡിപ്പിച്ചത് എന്ന കാര്യത്തിൽ പോലീസിനൊരു വ്യക്തത വേണം. അതിന് കുട്ടിയുടെ മൊഴി ഉണ്ടായാൽ മാത്രമേ ഒരു കൃത്യത ഉണ്ടാവൂ എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ബന്ധുവാണ് പീഡിപ്പിച്ചത് എന്നൊരു സംശയത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. ഇത് ആരുടെയൊക്കെ സഹായം ഉണ്ടായിരുന്നു, വീട്ടുകാരുടെ സഹായം ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ ഇതിലൊരു വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. വിജയകുമാർ. യെസ്, എന്താണ്, കുട്ടിയുടെ ഒരു ബന്ധുവിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഈ കുട്ടിയുടെ മാതാവിനെ ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്. ഇനി കായിക വാർത്തകൾ. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യക്ക് തിരിച്ചടി. പരിക്കേറ്റ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിന് പരമ്പര നഷ്ടമാകും. മാഞ്ചസ്റ്റർ ടെസ്റ്റിന്റെ ആദ്യ ദിനമാണ് പന്തിന് പരിക്കേറ്റത്. 4 വിക്കറ്റിന് 264 റൺസ് എന്ന നിലയിലാണ് രണ്ടാം ദിനമായ ഇന്ന് ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിക്കുക. 19 റൺസ് വീതം എടുത്ത രവീന്ദ്ര ജഡേജയും ഷാർദുൽ താക്കൂറുമാണ് ക്രീസിൽ. ഋഷഭ് പന്തിന് പരമ്പരയിലെ തുടർന്ന് കളിക്കാനാവില്ല. കാലിനേറ്റ പരിക്ക് ഗുരുതരം എന്നും ഏതാണ്ട് 6 ആഴ്ചത്തെ വിശ്രമം താരത്തിന് വേണ്ടിവരും എന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ നിർദ്ദേശം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.